ഹേ പീപ്പിൾ, സോ നമ്മുടെ 30 days ഓഫ് ഓട്ടത്തിൻ്റെ ഒരു എൻഡിലേക്ക് നമ്മൾ എത്തിയേക്കാണ്. ആൻഡ് ബാക്കിൽ എൻ്റെ ടീഷർട്ടാണ് കിടക്കുന്നത്. ഡോണ്ട് മൈൻഡ് ദറ്റ്. നമുക്ക് ചരിഞ്ഞിരിക്കാം. ഓക്കെ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സിയോൺ സജി മ്യൂസിക്. അപ്പോൾ 30 days ഒരു ഏകദേശം എൻഡിലല്ല, 30 days നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് 31st day ആണ്. അപ്പോൾ ഇന്ന് അവിടെ വെച്ചിട്ടൊരു പ്രയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും നിങ്ങളെ കാണിക്കാം. അതിനു മുമ്പേ ഈ ജേണി എന്തായിരുന്നു എന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഞാനൊന്ന് പോയി ഫ്രഷായി, ഇപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഒന്ന് പോയി ഫ്രഷായി സെറ്റായി വരുമ്പോഴത്തേക്കും നിങ്ങൾ ആ ജേണി എന്തായിരുന്നു എന്നുള്ളത് കണ്ടിട്ട് കേട്ടോ. ആൾക്കാർ വിചാരിക്കണ്ടാവും എനിക്ക് വേറെ ടീഷർട്സ് ഒന്നും ഇല്ല എന്നുള്ളത്. കറുപ്പ് മാത്രമേ ഉള്ളൂ. അല്ല, കറുപ്പിൻ്റെ തന്നെ ദൂരമുണ്ട്. അതും അതിലെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ചെറിയ വര വരുന്നത് അല്ലെങ്കിൽ വര ഇങ്ങോട്ടാവണത്. അത് കാരണം എനിക്ക് തന്നെ ഇപ്പൊ വീഡിയോസ് നോക്കുമ്പോഴേ കംപ്ലീറ്റ് ബ്ലാക്ക് മയമാണ്. അതിപ്പോ നിന്റെ പ്രോഗ്രാംസിനെ നോക്കി കഴിഞ്ഞാലും അങ്ങനെ നല്ലൊരു പിക്ക് എടുക്കാലോ. പിക്ക് എടുക്കാം. അപ്പോൾ കേസ് ഞാൻ റെഡി ആയിട്ട് വരാം. ആ സമയം കൊണ്ട് നിങ്ങൾ പോയി എന്ത് കണ്ടിട്ട് വരും, ഞങ്ങളുടെ ജേർണി എന്തായിരുന്നു എന്നുള്ളത് യു ഗൈസ് വിൽ വാച്ച് നൗ. ഇതാണ് നമ്മുടെ റൂമിൻ്റെ അവസ്ഥ. ഭയങ്കര എക്കോ. ഇത് നമ്മുടെ ഫ്രണ്ട് ഏരിയ ആണ്. ഇത് കുഞ്ഞു നടക്കുകയാണ്. എക്സ്ക്യൂസ് മീ. ഇതാണ് സ്റ്റുഡിയോ റൂം ആവാൻ പോകുന്ന സ്ഥലം. ഭയങ്കര എക്കോ എന്ന് വെച്ചാൽ ഭയങ്കര എക്കോ ആണ്. എങ്ങനെ ആവുന്നുള്ളത് ശരിക്കും നമ്മൾ കണ്ടറിയാമെന്ന് തന്നെ പറയാം. ഞാൻ രണ്ടും കൽപ്പിച്ചെന്തായാലും തുടങ്ങാണ്. ഇവിടെ വിധിയെ മറികടന്നു പതിയെ പോയ കാലം ചൂണ്ടെടുത്തത് ഞാൻ പിടിച്ചെടുക്കുമത് തിരികെ. വഴങ്ങില്ല മരിക്കും വരെ ഈ പതനത്തിൽ പടിവാതിലരികെ തിരിച്ചു ഞാൻ നടന്നു തുടങ്ങി. ഇനി യാത്ര വിജയത്തിൻ പിറകെ. കണ്ണുനീരിനി വിരാമം, കനവുകൾക്കിതെന്തു ഭാരം. എങ്കിലും ഞാൻ സഞ്ചരിക്കും അതിർത്തിയല്ലി അന്ധകാരം. നെഞ്ചിടിപ്പിന് ചുടലത്താളം, പിടിവിടാതെ ചടുലഭാവം. വെടിമരുന്നിന് തീ പിടിച്ചത് പോലെയുള്ളിലൊരു വികാരം. അതങ്ങനെ ആവോടി, അങ്ങനെ പണിയെടുത്ത് മരിച്ച്. ഈ ബെഞ്ച് മൊത്തം ഞാൻ പെയിന്റ് അടിച്ച് കഴിച്ചു. ടേബിളിന്റെ അടിഭാഗം അടിച്ചു തീർത്തു. അടിച്ച് തീർത്തില്ല, ഓൾമോസ്റ്റ് കുറേ അടിച്ചു. ബാക്കി സോ നമ്മൾ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാല് ഭിത്തിയിലടിച്ചെല്ലാം വാട്ടർ ബേസ്ഡ് പെയിന്റും ബെഞ്ചിൽ ടേബിളിൽ അടിച്ചത് എമൽഷന് വരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഫുള്ള് പെയിന്റ് ആയി. അത് മറ്റേ വാട്ടർ ബേസ്ഡ് പെയിന്റ് പോലെ തന്നെ കഴിയുന്ന പോലെ പണിയിരിക്കും. ഇത് ഫുള്ള് ബിബി അടിച്ച് തീർത്തത്. സ്റ്റുഡിയോ റൂമിന് അകത്തെ സെറ്റിംഗ് ആണത്. ഇത് ഫുൾ ബിബി ഒറ്റയ്ക്ക് അടിച്ച് തീർക്കുന്നുണ്ടായിരുന്നു. ഈ ഭിത്തി മാത്രം ഞാൻ അടിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് മാത്രം അത് ഒറ്റയ്ക്ക് ചെയ്ത് വെച്ചത്. ഞാൻ ഇപ്പം തന്നെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ മൊത്തം കുളമാക്കി. ഞാൻ ഈ ബാത്റൂം കഷ്ടപ്പെട്ട് കഴുകി എന്നുണ്ടെങ്കിലും അതിൽ ഉപയോഗം ഉണ്ടായില്ല. കാരണം ഇപ്പം മൊത്തം പെയിൻ്റായി. പരിപാടി ഇവിടെ അവസാനിച്ചു. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങൾ വ്ലോഗായി കാണുള്ളൂ. സോ ഡേ 1 ഓഫ് പെയിൻറ്റിങ് ഇസ് ഓവർ. പെയിൻറ്റിങ്ങിൻ്റെ സെക്കൻഡ് ഡേ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹരിച്ചേട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ നമുക്ക് ടോപ്പിലുള്ള പോർഷൻസ്, ആ സൈഡിലുള്ള ഏരിയാസൊക്കെ പെയിൻ്റ് അടിച്ച് തന്നുകൊണ്ട് തന്നെ അന്നൊരു ഇച്ചിരി റെസ്റ്റ് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ നല്ല പണിയായിരുന്നു. നമ്മൾ ആ റീൽസിൽ കാണുന്ന പോലെയല്ലേ, റീൽസിൽ കുറേ കൂടെ ഫണ്ണായിട്ടൊക്കെ നമ്മൾ അത് പോർട്രേ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സോസ്റ്റിങ്ങും ഭയങ്കര കഷ്ടപ്പാടുള്ള പണി തന്നെയായിരുന്നു കേട്ടോ. അതെല്ലാം നമുക്ക് തന്നെ ചെയ്യണമെന്നുള്ളത്
ഇറ്റ് വാസ് സംതിങ് ലൈക്ക് വി ഫെൽറ്റ് ലൈക്ക് വി ഷുഡ് ഡു ഇറ്റ്. അങ്ങനെ അവസാനം ഞങ്ങൾ ചായക്കരയിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. ചില സാധനങ്ങൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്തേലേ പറ്റുള്ളൂ. അതല്ലാതെ വേറെ ആരെ കൊണ്ടും ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ വർക്ക് പുറത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലൊന്നും നമ്മുടെ ഐഡിയ പോലെ തന്നെ വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവമൊക്കെ നമ്മൾ തന്നെ ഇരുന്ന് ചെയ്തെടുക്കായിരുന്നു. ഈ ടേബിളിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഡെയിലിയുള്ള റീൽസ് റെക്കോർഡിങ്ങും ഈ വർക്ക്സും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രം നിന്നിട്ടാണ് ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നോർമലി നമ്മൾ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ഒരിക്കലും ഇല്ല. ഇന്നേ കാലം വരെ എൻ്റെ ലൈഫിലോ ബിബിയുടെ ലൈഫിലോ ഞങ്ങൾ മാത്രം നിന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനൊരു വർക്ക് ഒരിടത്തും ചെയ്തെടുത്തിട്ടില്ല എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഇൻ അവർ ലൈഫ് ദറ്റ് വി വർ ഡൂയിങ് ഓൾ ദീസ് ലേബർ വർക്ക്സ്. ഒരാളെ നിർത്തി ചെയ്യിപ്പിച്ചൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ വി ചൂസ് ടു ഡൂ ദിസ് ഓൺ അവർ ഓൺ. അന്ന് ഈ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഞങ്ങൾ പോയിട്ട് ആ ഒരു ബോർഡ് ഡിസൈൻ ചെയ്യാനുണ്ടായിരുന്നത് ചെയ്തു. ആൻഡ് ദിസ് ഇസ് ദ നെക്സ്റ്റ് ഡേ. ഫോം ബോർഡ് തുറന്നിട്ട് ഒരു 24 to 48 മണിക്കൂർ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ചെയർ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ചെയറിൻ്റെ ഷോപ്പിലെ ആൾക്കാരോട് നമ്മൾ വൈറ്റ് കളർ ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നൈസായിട്ട് ആക്ച്വലി ടേബിളും ബെഞ്ചും വൈറ്റിനേക്കാളും കുറച്ചുകൂടി ഒരു ക്രീമിഷ് കളർ വിത്ത് അതിൻ്റെ ഡിസൈൻസ് ആണല്ലോ കൊടുത്തത്. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വൈറ്റ് അടിച്ചിട്ട് വന്നു. അപ്പം നമുക്ക് ആ വൈറ്റ് പിന്നെ മാറ്റേണ്ട അവസ്ഥയാണ്. സോ നമ്മളത് മാറ്റിക്കൊണ്ടിരിക്കും. അത് അവരുടെ മിസ്റ്റേക്ക് അല്ല, ആക്ച്വലി നമ്മൾ മോഡിഫൈ ചെയ്തതിൻ്റെയാണ്. അപ്പോൾ ഇത് അടുത്ത ദിവസമാണ് വരുന്നത്. നമ്മൾ അലമാര സെറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഫോം ബോർഡെല്ലാം ഒട്ടിച്ചു തുടങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഗ്ലൂവിൻ്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വ്ളോഗ് എടുത്ത് തരണമെന്നുള്ള ഒരു വിചാരവും ഇല്ലാതെ ഇതൊന്നും പാട്ടും കേട്ടിരിക്കുകയായിരുന്നു. എൻ്റെ കിളി പോയിരിക്കുകയാണ്. നിങ്ങൾ തോന്നും ഞാൻ എന്തൊക്കെ വലിച്ചു കയറ്റിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലൂ ഉണ്ടല്ലോ, ഇതിന്റെ മണം എടുത്തിട്ടാണ് ഞാൻ ഈ പരുത്തിയിരിക്കുന്നത്. വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഫണ്ണായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സിറ്റുവേഷനിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് എന്താ സാധനം എന്നുള്ളത് മനസ്സിലാവാതെ ശരിക്കും പേടിച്ചു പോകും കേട്ടോ, എന്താണ് സംഭവിക്കുന്നുള്ളത്. അങ്ങനെ ഫോം ബോർഡ്സ് നമ്മൾ ഒരു സൈഡിൽ ഒട്ടിച്ച് കഴിഞ്ഞു, അടുത്ത സൈഡിലേക്ക് കയറുകയാണ്. അങ്ങനെ ഓരോരോ വർക്കുകളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഓരോരോ ചെറിയ കാര്യങ്ങൾ നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് ഈ ഗ്ലാസ് ഷീറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് കട്ട് ചെയ്ത് മേടിച്ചുകൊണ്ട് വന്നു. കാരണം അത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ ഒട്ടിച്ചു. ആ നേരത്തെ കണ്ട് ചുരുട്ടി വെച്ച സാധനം എന്ന് പറയുന്നത് വിൻഡോ കവർ ചെയ്യാനുള്ള ഫോം ഷീറ്റാണ്. ഫോം ഷീറ്റ് വെച്ചു, അത് കവർ ചെയ്തു. ഇതാണ്ട് സെറ്റപ്പായി, ഫുൾ പരിപാടി കഴിഞ്ഞു കേട്ടോ. സോ ഗെറ്റ് റെഡി വിത്ത് മീ ഗൈസ്. നമ്മൾ സ്റ്റുഡിയോ തുടങ്ങാൻ പോവുകയാണല്ലോ. സ്റ്റുഡിയോയുടെ വർക്ക്സ് എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലോങ് ഡേയ്സ് ഓഫ് എക്സോഷൻ വർക്ക് ആൻഡ് എവറിത്തിങ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അതുകൊണ്ട് ഫസ്റ്റ് ബ്രൗൺ വെയിൽ, ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സ്പേസ്. സോ ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഫോർ ദ ഡേ. വെരി മച്ച് എ ഫോർമൽ ഔട്ട്ഫിറ്റ്. ഞാനത് തേച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ കോമഡി. തേക്കാനുള്ള സമയം എനിക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. റൂം ഫുൾ അലങ്കോലമാണ്. ഐ വാസ് ആക്ച്വലി പ്ലാനിങ് ടു വെയർ എ സാരി. പക്ഷേ എടുത്തിട്ട് നോക്കിയപ്പോഴത്തേക്ക് ബ്ലൗസ് എനിക്ക് കറക്റ്റ് ആയില്ല. ബാക്കി ബ്ലൗസുകൾ എവിടെ ഇരിക്കുന്നു എന്ന് എനിക്ക് അറിയത്തുമില്ല. അമ്മ കീപ്സ് ദ ബ്ലൗസസ്. സോ ഹൗസ് ഇറ്റ്. മുടി എല്ലാം സെറ്റ് ചെയ്തു. ഇനി കമ്മലിടണം. ഐ നീഡ് ടു ഗെറ്റ് മൈ വാച്ച്. അതൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് റെഡിയാണ്. നമുക്ക് ഓൾമോസ്റ്റ് ടൈമും ആയിട്ടുണ്ട്. കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാനില്ല. സോ വാട്ട് ഐ ആം പ്ലാനിങ് ടു ഡു ഇസ് പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ഓടി നമുക്ക് അങ്ങോട്ട് പോകും. ഇപ്പോൾ ഇവിടെ എന്തായാലും ഫാസ്റ്റിംഗ് പ്രെയർ നടക്കായതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞാനും ബിബി ഫുഡ് ഓർഡർ ചെയ്തു. അമ്മ ഫാസ്റ്റിങ്ങിലാണ്. അവിടുത്തെ പ്രെയർ കഴിഞ്ഞിട്ട് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. സോ അപ്പോൾ ഞാനിപ്പോൾ കഴിച്ചിട്ട് റെഡിയായി വരുന്ന സമയം നമ്മൾ അങ്ങോട്ട് പോകുന്ന ഗ്യാപ്പിൽ വാട്ട് യു ഗോണ ഡു ഇസ് ദാറ്റ് നിങ്ങൾ ആ സ്റ്റുഡിയോ ഒന്ന് കണ്ടിട്ട് വരും. ഇങ്ങനെ കിടന്ന സ്റ്റുഡിയോ, ഇങ്ങനെ കിടന്ന ഈ വീട് എങ്ങനെ ഇങ്ങനൊരു സ്റ്റുഡിയോ ആയി മാറിയെന്ന് കാണിച്ചു തരാം. എൻ്റെ മുകളിൽ കൂടെ ഇതാ എൻ്റെ സ്വന്തം കൈകൊണ്ട് ഞാൻ ചെയ്ത പരിപാടിയാണ് കേട്ടോ. ഇത് നമ്മുടെ ഹാൻഡ് പ്രിൻ്റ് എച്ച് വർക്ക് എന്ന് പറയും. അങ്ങനെ ചെയ്തെടുത്തതാണ്. ഫുൾ ഈ റൂം ഫുള്ള് എച്ച് വർക്കാണ് പോയേക്കുന്നത്. കമോൺ.
ഇവിടെ നമ്മൾ ഒരു ഇല്യൂഷൻ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ്റെ ഫീൽ തരാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പുറത്തെ ഭാഗം വിസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നമ്മളത് കട്ട് ചെയ്തിട്ട് ഇതാ ഈ ഒരു എൽ ഷേപ്പിൽ നമ്മൾ ഗ്ലാസ് പോയേക്കാണ്. ഫ്രണ്ടിൽ ഇതാ ഈ ഒരു ഇത് വന്നിട്ടുണ്ട്, ഒരു ലാമ്പ് വന്നിട്ടുണ്ട്, ഒരു ആംബിയൻ ലൈറ്റിംഗ് ലാമ്പാണത്. ആൻഡ് പിന്നെ കർട്ടന് പകരം നമ്മളിവിടെ ബ്ലൈൻഡ്സ് ആക്കി. പിന്നെ ടേബിളും ചെയറും ഇതും ഫുൾ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. ഇതെല്ലാം നോർമൽ വുഡ് കളർ വരുന്ന സാധനങ്ങളായിരുന്നു. അതിനെല്ലാം കസ്റ്റം പെയിൻറ്റ് നമ്മൾ തന്നെ, ഞാനും ബിബിയും കൂടെ തന്നെ ചെയ്തെടുത്ത സംഭവമാണ് കേട്ടോ. ഓൾസോ വുഡിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ടു ബ്രിങ് ഒരു ഹോംലി ഫീൽ അല്ലാതെ കുറച്ചുകൂടെ ഒരു ഓഫീസ് ഫീൽ, ഓഫീസല്ല ഒരു ലോഞ്ച് ഏരിയ ഫീൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സാധനം ചെയ്തത്. പിന്നെ ഇതാ ഈ കബോർഡ് ആക്ച്വലി ആമസോണിൽ നിന്ന് വന്നൊരു ക്യൂരിയോ സെറ്റാണ്. അതിൻ്റെ അകത്ത് നമ്മളത് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയ സാധനമാണ്. ഇത് പിന്നെ നമ്മുടെ ഇൻസ്റ്റാക്സിൻ്റെ ക്യാമറ എനിക്ക് ബിബി ആണ് കാണൽ ചടങ്ങിന് അവിടെ ചെന്ന സമയത്ത് എനിക്ക് ഗിഫ്റ്റായിട്ട് മേടിച്ചെന്നാണ് കേട്ടോ. ആൻഡ് ഒബ്വിയസ്ലി നമ്മുടെ ബുക്സ് കളക്ഷനകത്തുള്ള കുറച്ച് ബുക്സ്, വളരെ കുറച്ച് ബുക്സ് അവിടെ ഇവിടെയുമായിട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഫേവററ്റ് മെസ്സിക്കുട്ടനെ അല്ലാതെ അവന് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മെസ്സി വെച്ച്. പിന്നെ ഒരു കപ്പിൾ സെറ്റ്, മുകളിൽ ഒരു ഫോട്ടോ, ആകെ ഇവിടെ ഉള്ളൊരു ഫ്രെയിം എന്ന് പറയുന്നത് ഈ ഒരു ഡോണ്ട് സ്റ്റോപ്പ് അൺടിൽ യു ആർ പ്രൗഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. പിന്നെ ഇത് മൂവബിൾസിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു മിറർ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എപ്പോഴും, ഐ ലവ് ദിസ് മിറർ സോ മച്ച്. ലൈക്ക് ഈ കൈൻഡ് ഓഫ് ഒരു സാധനം എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു സാധനമായിരുന്നു വീട്ടിലിടണമെന്ന്. അപ്പോൾ വീട്ടിലിടാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും അവസാനം ഓഫീസിൽ അത് സാധ്യമായി ഗൈസ്. ആൻഡ് കമ്മിങ് ഹിയർ വി ഹാവ് എ മക്രാം കർട്ടൻ. ദിസ് വാസ് ഓൾസോ കൈൻഡ് ഓഫ് എ ഡ്രീം ഓഫ് മൈൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വർക്ക്സ്. പക്ഷെ നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് എത്രമാത്രം പോസിബിൾ ആണെന്നുള്ളത് ഇസ് ക്വസ്റ്റ്യനബിൾ, ബിക്കോസ് അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇപ്പോൾ ലോഞ്ച് ഏരിയ ആയതുകൊണ്ട് തന്നെ, ഓഫീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു മെയിൻ്റനൻസിൻ്റെ സംഭവം വരുന്നില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ സാധനം മേടിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇങ്ങനെ 2 സാധനവും കൂടിയുണ്ട്, 2 ഒരു വാൾ ഹാങ്ങിങ്സ് ഉണ്ട്. ഇത് 3ഉം ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ കമ്മിങ് ടു ദ ബീം ബാഗ്സ്, ഇവിടെ എന്തായാലും സോഫ കൊടുക്കണ്ട, കാരണം സോഫ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും എടുക്കാനും ഒന്നും പറ്റാതെ കുറച്ചധികം ഫിൽഡായി പോകുമെന്ന് തോന്നിയുകൊണ്ട് 2 ബീൻ ബാഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനൊരു ഫുഡ് സ്റ്റൂളുണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് എ ബെഞ്ച് ലൈക്ക് ദിസ്. ആൻഡ് TV ഇവിടെ വന്നിട്ടുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ ഇവിടെ. ഇനി ആക്ച്വലി ഇവിടെ ഒരു ഷെൽഫും കൂടെ വരാനായിട്ടുണ്ട്. അതൊരു 2-3 ഡേയ്സിനകത്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഡ്രിൽ ചെയ്ത് വെക്കാനുള്ള സാധനമാണ്. ആൻഡ് ഇത് അടിപൊളിയല്ലേ, നല്ല സാധനമല്ലേ, ലുലുന്ന് വാങ്ങിയതാണ് ഗൈസ്. പിന്നെ ഈ ബെഞ്ചാണെന്നുണ്ടെങ്കിലും ഇതൊരു പ്ലെയിൻ ബെഞ്ചായിരുന്നു. ബെഞ്ചിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തു. ഇതാണ് ആദ്യം നമ്മൾ ടേബിളിന് കൊടുത്തിരുന്ന കളർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ആക്ച്വലി ടേബിളിൽ നമ്മൾ ചേഞ്ച് ചെയ്തു. കാരണം ഇത് ഒരു റസ്റ്റിക് ഫീലാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ലാസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു റസ്റ്റിക് ഫീൽ എത്രമാത്രം നമ്മുടെ റൂമുമായിട്ട് ബ്ലെൻഡായി പോകുന്നു എന്നുള്ളതൊരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെ അത് മാറ്റിയിട്ട് നമ്മൾ പ്ലെയിൻ കളർ തന്നെ ടേബിളിന് കൊടുത്തു. പക്ഷേ ഇതിൻ്റെ ചേഞ്ച് ചെയ്തില്ല, ഇത് ക്വസ്റ്റ്യൻ ചെയ്തെടുത്തു. ഇനി മെയിൻ പാർട്ടിലേക്ക് പോകാം. ഇങ്ങനെ ഫൈനലി നമ്മുടെ സൗണ്ട് പ്രൂഫ് സ്റ്റുഡിയോയിലേക്കാണ് നമ്മൾ വന്നത്. ആൻഡ് ആക്ച്വലി ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചലഞ്ചിൻ്റെ ഒരു 10 to 11 to 12 ഡേയ്സ് ഓൾമോസ്റ്റ് അത്രയും ദിവസമാണ് നമുക്ക് ഈ ഫോം ബോർഡ്സ് നമ്മൾ ഓർഡർ ചെയ്തത് വരാനായിട്ട് സമയം പിടിച്ചത്. ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് മുമ്പേ ഇത് തീർത്തിട്ടുണ്ടായേനെ. ഈ ഫോം ബോർഡ്സ് കംപ്ലീറ്റ് ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇത് ഒരു ബ്ലോക്കായിട്ട്, ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബ്ലോക്കായിട്ടാണ് വരുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 150 സ്ക്വയർ ഫീറ്റ് നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ LED നിയോൺ സൈൻ, ഈ സംഭവം നമുക്ക് ഓൺലൈൻ പല സൈറ്റുകളിൽ നിന്നും കിട്ടും. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിവിടെ ചെയ്തെടുക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ സാധനം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കമ്മിങ് ടു ദ ഫേർണിച്ചർ എല്ലാം തന്നെ നമുക്ക് മൂവബിളിൽ നിന്നാണ് നമ്മൾ ഫേർണിച്ചർ എടുത്തിട്ടുള്ളത്. സ്റ്റുഡിയോയുടെ ഇൻറ്റീരിയറിലുള്ള ഫേർണിച്ചർ ഈ ഒരു സംഭവം, സ്ക്വയർ പില്ലോസ്. ഈ മക്രാം കുഷൻ കംസ് ഫ്രം ആമസോൺ. അതിൻ്റെ കൂട്ടത്തിലല്ല, ഇത് മറ്റേ മക്രാം കേർട്ടൻ്റെ സംഭവത്തിൻ്റെയും കൂട്ടത്തിലല്ല, അല്ലാതെ സെപ്പറേറ്റ് വന്നതാണ്. മൈക്കും സെറ്റപ്പും എന്നൊക്കെ പറയുന്നത് മാക്കിയുടെ പ്രൊഡ്യൂസർ ബണ്ടിലാണ് കേട്ടോ. മാക്കിയുടെ കംപ്ലീറ്റ് പ്രൊഡ്യൂസർ ബണ്ടിൽ എന്ന് പറയുമ്പോൾ മൈക്ക്, മറ്റേ ഓഡിയോ ഇൻ്റർഫേസ്, കേബിൾസ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് അറൗണ്ട് ഒരു 40-45K അതിൻ്റെ അകത്ത് വരുന്ന ഒരു ബണ്ടിലാണത്. അതിൻ്റെ സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കണ്ടൻസർ മൈക്കും കൂടിയാണുള്ളത്. നമുക്ക് പക്ഷേ ഒരു ഡൈനാമിക് മൈക്കും കൂടിയാണ് കിറ്റിൽ വരുന്നത്. ബട്ട് വി ഹാവ് ആഡഡ് 1 or 2 more
കണ്ടൻസർ മൈക്ക് ഇറ്റ്സെൽഫ്, ഐ മീൻ ഇൻ ദ സെൻസ് പോഡ്കാസ്റ്റ് മൈക്ക് തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യാനാണെന്നുണ്ട് ലൈക്ക് യൂസ് ചെയ്യുന്ന രീതിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റിങ്സ് ഇതൊരു പക്ക സ്റ്റുഡിയോ ലൈറ്റിംഗ് സാധനമാണ്. കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലും സംഭവം ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ലൈറ്റിംഗ് ആണ്. നമുക്ക് വീഡിയോസിനാണെന്നുണ്ടെങ്കിലും ഫോട്ടോഗ്രാഫിക്കാണെന്നുണ്ടെങ്കിലും ഔട്ട്ഡോർ ആസ് വെൽ ആസ് ഇൻഡോർ യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ്സ് ആണിത്. ഇറ്റ് കംസ് വിത്ത് എ സ്റ്റാൻഡ്. നേരത്തെ നമ്മൾ സ്റ്റുഡിയോ റൂമിനകത്ത് ഉണ്ടായിരുന്ന മുകളിലത്തെ ഡോം ലൈറ്റും ട്യൂബ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഡോം ലൈറ്റും ആക്ച്വലി നമ്മൾ സ്പെഷ്യലി ചെയ്തെടുത്തൊരു സാധനമാണ് കേട്ടോ. കാരണം നമ്മൾ ശരിക്കുമുള്ള സോഫ്റ്റ് ബോക്സ് വരുന്ന ലൈറ്റിംഗ് ആണ് കൊടുക്കേണ്ടത്. പക്ഷെ ആ ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം അതിൻ്റെ അകത്ത് പൊടിയും ഡസ്റ്റും കാര്യങ്ങളും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യലും കാര്യങ്ങളും നടക്കില്ല. അപ്പോൾ കുറച്ച് കാലം യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ഫെയ്ഡായി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഈ ഒരു ലൈറ്റ് വരുമ്പോഴത്തേക്ക് അങ്ങനൊരു പ്രശ്നമേ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഈ ലൈറ്റിൻ്റെ പവർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ സാധനം നമുക്ക് 2 ടോൺസ് ഉണ്ട്, വാം ലൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ അതല്ലാത്ത സ്റ്റേബിൾ വൈറ്റ് ലൈറ്റും ഉണ്ട്. ഏത് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിലും റേഞ്ചിങ് ഫ്രം 1800 to 5600 അങ്ങനെ എന്തോ ആണ് ലൈറ്റിങ്ങിൻ്റെ റേഞ്ചസ് വരുന്നത്. പിന്നെ ഗോഡോക്സിൻ്റെ ഒരു സോഫ്റ്റ് ബോക്സ് ലൈറ്റിങ്ങും കൂടെ നമുക്ക് എക്സ്ട്രാ ഉണ്ട്. പിന്നെ ബാക്ക് ലൈറ്റ് വരുന്നത് നമ്മുടെ സ്റ്റേജ് ലൈറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന പാനൽ ലൈറ്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ സാധനമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെടിക്ക് 4000 അല്ല 6000 സംതിങ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നമ്മൾ ലുലു എന്നാണ് എടുത്തത്. അല്ല, 2 ചെയറും കൂടെ, ഒരു ചെയറും കൂടെ നമ്മൾ അഡീഷണൽ എടുത്തിട്ടുണ്ട്. ഈ ചെയറിന് തന്നെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഇത് മൈക്ക് സ്റ്റാൻഡ്. ഈ ചെയറിന് തന്നെ ഓൾമോസ്റ്റ് 12,000 റേഞ്ചിൽ വരുന്ന ഒരു ചെയറാണ് ഇത്. നമ്മൾ മൂവബിൾ ഫർണിച്ചറിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ ഫുഡ് സ്റ്റൂളിൻ്റെ ഒരു നമ്പറും കൂടിയാണ്. ഇതൊരു ഭംഗിക്ക് നമുക്കൊരു ക്ലാബ് ബോർഡ് വേണമല്ലോ, ഒരു ഫണ്ണിന്. അങ്ങനെയാണ് മൊത്തത്തിൽ നമ്മുടെ സ്റ്റുഡിയോയുടെ കഥ വരുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോസ്റ്റ് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് അല്ല എബവ് 5 lakhs തന്നെ പോയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് എവറിത്തിങ് വരുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു കെൻ ഈസിലി കോൺടാക്ട് CB Customized. ദാറ്റ് ഇസ് മൈ പേജ്. ദാറ്റ് ഇസ് ഓൾ എവറിത്തിങ് ആൻഡ് എനിത്തിങ് ദറ്റ് യു നീഡ് ഇൻ കസ്റ്റം, ദറ്റ് യു നീഡ് ടു മേക്ക് ഇറ്റ് കസ്റ്റം, I will do it for you. We will do it for you. So feel free to connect. അപ്പോൾ ബാക്കി വീഡിയോ പോയി കണ്ടിട്ട് വാ. You are here, working in this place. I worship you. I worship you. You are waymaker. ദൈവപരിശുദ്ധാത്മാവിന്റെ സഹായം കാര്യങ്ങളുമായി miracle work, promise keep, light in the darkness, my God, that is who you are. You are waymaker, miracle work, promise keep. അപ്പോൾ അങ്ങനെ നിങ്ങളെല്ലാം കണ്ടല്ലോ നമ്മളെങ്ങനെ വന്നു, എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ ഇങ്ങനെ ആക്കിയെടുത്തു. ഈ ജേണി എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ കൂടെ നിങ്ങൾ തന്നെയാണ് കണ്ടിട്ടുള്ളത് മൊത്തം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കിയെല്ലാം നമ്മൾ ഡെയിലി വീഡിയോസ്, ഡെയിലി എന്തൊക്കെ ചെയ്തു, പുറത്തു പോയതും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ടോട്ടലി ഈ വീഡിയോ ഫുൾ നമ്മുടെ ഇവിടെ എന്ത് ചെയ്തു എന്നുള്ളതാണ് മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ക്യൂട്ടായിരുന്നു, ഭയങ്കര ക്യൂട്ട്സി, ഭയങ്കര അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വേണമെങ്കിൽ ഇപ്പോഴത്തെ ജെൻസി അല്ല ജെൻ ആൽഫ ഭാഷയിൽ പറയാം. പക്ഷേ
ഇറ്റ് വാസ് റിയലി അമേസിങ് ബിക്കോസ് നമ്മുടെ ഫാമിലി മാത്രം ഒരുമിച്ച് വന്ന് എൻ്റെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിബിയുടെ ഫാമിലി പാലക്കാട് നിന്ന് ഈ ഒരു ദിവസത്തേക്ക് ഇങ്ങോട്ട് വരാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം അവിടെ കുറച്ചധികം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വരാൻ പറ്റില്ല. അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ സംഭവമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾ ഐ വോണ്ടഡ് ടു ഡു വാസ് നമുക്കൊരു ഓഫീസ് സ്പേസ് ആയിട്ട് ഇതിനെ ഈസി കൺവേർട്ട് ചെയ്യായിരുന്നു. പക്ഷേ അത് ചെയ്യാതെ ഒരു ലോഞ്ച് സ്പേസ് കൊടുത്ത് ഫോർ എനി പേഴ്സൺ ഹു സ്റ്റെപ്സ് ഇൻ സൈഡ് ഹിയർ you have to feel home. You have to feel that everything here is custom made. That was a must for me. That was a must for us. And maximum എങ്ങനെ കുറച്ച് പിൻട്രസ്റ്റി ആക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ തോട്ടിൽ. ആൻഡ് അതെന്തായാലും സംഭവിച്ചു. ആൻഡ് ഓൾ താങ്ക്സ് ടു ഓൾ ഓഫ് യു ഹവ് സപ്പോർട്ടഡ് അസ് ഓൾ ത്രൂ ദീസ് 40 days. എന്തായാലും ഞങ്ങളാണ് എന്തായാലും കഷ്ടപ്പെട്ടത്, നിങ്ങൾ കണ്ടു ആസ്വദിച്ചു. അപ്പോൾ എന്തായാലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ അഗെയിൻ ഐ എം ടെല്ലിങ് യു, ഇഫ് യു ഹാവ് എനിത്തിങ് ടു ഡു ഇൻ എ കസ്റ്റം മാനർ, വി ആർ ഹിയർ ടു ഡു ഇറ്റ് ഫോർ യു. അതിപ്പോൾ ഞങ്ങൾ വന്ന് ചെയ്യുമെന്നല്ല കേട്ടോ, ഞങ്ങൾ അതിൻ്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് ക്ലിയർ ആയിട്ട് ചെയ്യാനുള്ള ടീമും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ മറക്കണ്ട. ഓൾസോ ഒന്നുകൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. Until the next video from Shivan Saji Music, it's me.